ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചായ കുടിച്ച് തുടങ്ങാം. ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അന്നപൂർണ്ണ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂത്താലൊക്കെ വാങ്ങിയിട്ട് അവിടെയും ഫോൺ അലൗഡ് അല്ല. നല്ല തിരക്കാണ്. ദീപാവലിൻ്റെ തലേന്നായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ഇടുങ്ങിയ സ്ഥലമാണ്. ഇവിടെ ഭയങ്കര തിക്കാണ്. ഞങ്ങൾ പിന്നെ തൊഴുതിറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവാമെന്ന് വിചാരിച്ച്. എന്താണത്? തരൂ നോക്കൂ ഗൈസ്, ഇതുണ്ടോ? ഇതിന് മുകളിൽ പുലിയാണ്, താഴെ കൂർമ്മിക്കും, പിന്നെ കിളിയുണ്ട്, കുതിര, മാന്, സോറി ആന, ആന. ഇവിടെ മൊത്തം അങ്ങനത്തെ ഐറ്റാ, മരത്തിൽ ചെയ്ത സാധനങ്ങള് കുറെ കൃഷി നോക്കാം. നമ്മളെപ്പോലത്തെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കട വെച്ചാൽ നോക്കിക്ക്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പോയി വാങ്ങൂലേ? അതെ, വീഴില്ല. പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. കുറേ ഷോപ്പുണ്ട്. അവർ നമ്മളിങ്ങനെ മാടി വിളിക്കുമ്പോൾ വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ചെന്ന് ഇവിടുന്ന് സാധനം ഒരു ഷർട്ട് വാങ്ങി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ 3 പേര് ഓരോ ചെരുപ്പ് വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാരി കടയിലേക്ക് വിട്ടു. ബനാറസിൽ വന്നിട്ട് സാരി നോക്കിയില്ലേ, മോശമല്ലേ? അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് അജന്യ ഒരു സാരി വാങ്ങി. ഹാപ്പി അല്ലേ? ഈ ചേട്ടൻ അജന്യനെ കൊണ്ട് സാരി പിടിപ്പിച്ചതാണ് ഗൈസ്. അജന്യ ഹാപ്പി അല്ലേ? ഇത് ചുരിദാറിന്റെ മെറ്റീരിയൽ कितना है एक को? 15 no. 7.5 meters. കാണിക്കേ ജന്യ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ഘാട്ടിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഇവിടെ നിറച്ചും ചെളിയാണ്. ഇതാണ് നാരദ് ഘാട്ട്. അപ്പോൾ ഈ നാരദ് ഘാട്ടിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയും ഭർത്താവും ഇവിടെ നിന്ന് അവിടെ ഒരുമിച്ച് മുങ്ങിയാൽ ഇവർ തമ്മിൽ ജീവിതകാലം മൊത്തം കച്ചറയ്ക്കുന്ന ഷണ്ട. ഇത് സത്യമാണെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊരു ഐതിഹ്യം മാത്രമാണ്. ഇത് ഞങ്ങളെ കൊണ്ടുപോയ ബോട്ടുകാരൻ പറഞ്ഞ കഥയാണ്, അറിയൂല. ധർമ്മക്കാരെ കിട്ടിയിട്ടുണ്ട്. ധർമ്മം തരാനൊന്നുമില്ല. ധർമ്മം തരാനില്ല മാഡം. നെഹി. അത് കഴിഞ്ഞ് വിശന്നപ്പോൾ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഓരോ ചായയും പിന്നെ മാഗിയും വാങ്ങി തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടത്താൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് അസിഘാട്ടിൽ പോകണം, അവിടുത്തെ ആരതി കാണണം. അപ്പോഴാണ് ഞങ്ങളൊരു സാരിക്കട കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ നിന്നു സാരിക്കടയിൽ കയറി. അങ്ങനെ ഇവിടുന്ന് 2 സാരി ഞങ്ങൾ മേടിച്ചു. കഴിവേറ് തന്നെ, നീ കഴിവേറ്. ഞങ്ങളങ്ങനെ അസിഘാട്ടിലെത്തി ഒരു തട്ട് മേടിച്ച് 4 പേര് ഓരോന്ന് മേടിച്ച് ഇതിങ്ങനെ ഇനി ഗംഗയിൽ ഒഴുക്കണം. ഇവിടെ ആരതി തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഈ പശുവിനെ കണ്ടത്. ഈ പശുവിനെ കണ്ടിട്ട് എല്ലാവരും വരുന്നുണ്ട്, കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ഇതാണ് പശുവിൻ്റെ ഓണർ. അങ്ങനെ ആരതി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തട്ട് ഒഴുക്കാന്ന് വിചാരിച്ചു. നല്ല ഓളം ഉള്ളതുകൊണ്ട് അതങ്ങനെ ഒഴുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അതൊഴുക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടോ ജന്യ? മധുരമില്ല. ഉപ്പുണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയായിരുന്നു. അപ്പോഴാണ് ഇവിടെ പിള്ളേർ പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. നാളെ ദീപാവലിയാണല്ലോ.
ഇത് റൂമിൻ്റെ അടുത്തുള്ള ലസ്സിക്കടയാണ്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ വന്നപ്പം ആ പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ട് പടക്കം പൊട്ടിപ്പിക്കുകയാണ്. പൊട്ടിക്കും പയ്യാ റൂമിൽ പോയിട്ട് ഞങ്ങൾ പിന്നെയും ഘാട്ടിലേക്ക് തന്നെ വന്ന്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട മല്ലൂസാട്ടോ. നമ്മളിപ്പോൾ അസിക്കട്ടിലെ ആ സാധനം കാണാൻ പോവാണ്. ഗംഗാരതി കാണാൻ പോവാണ്. സാറില്ല പറഞ്ഞ ശരിയാവില്ല. അത് തന്നെ ഗൈസ്, ഓൻ പറഞ്ഞ മാതിരി ഞങ്ങളിപ്പോൾ വെളുപ്പിന് ഇവിടെ അസിഘാട്ടിലെ ഗംഗാരതി കാണാൻ വേണ്ടി വന്നിരിക്കുക. ഞങ്ങൾ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് രാവിലെ വരെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ സമയം 4 മണി. 4 മണിക്ക് ഞങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് എന്തിനാ? 5 മണിക്ക് ഇവിടെ കുത്തിരിക്കുന്നത് എന്തിനാ? അസിഘാട്ടിലെ ഗംഗാരതി പറഞ്ഞോ. ഹലോ ഇനി ഇവിടെ പറഞ്ഞോളൂ. ഇനി നിങ്ങൾ പറഞ്ഞോളൂ. ഹലോ പിടിക്ക് എന്നാലേ കാണൂ. പിടിച്ചോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആനി. ഗുഡ് മോർണിംഗ് പൈനാപ്പിൾ. വെരി ഗുഡ് വെരി. ഹലോ ഗൈസ് നമ്മൾ ടിങ്കിൾ ലഡു തരാൻ പറയും. ഹലോ ഗൈസ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആരതി കാണുകയാണ്. ഇതെന്തിനോ തിളച്ച സാമ്പാർ. അങ്ങനെ കാത്തിരുന്ന് ആരതി തുടങ്ങി. വെടിക്കെട്ടൊക്കെ ഉണ്ട്. ഇന്ന് ദീപാവലി അല്ലേ? അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സൺറൈസും കണ്ട്. പിന്നെ ദീപാവലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല, കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഭോജനശാലയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുമ്പോൾ ഇതുവരെ ഇത്രയും നേരത്തെ ഗംഗ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. നിങ്ങൾ ഗംഗയൊന്ന് നോക്ക്, എന്തൊരു ഭംഗിയാണ്. ഇതാണ് ശിവാല ഘാട്ട്. അത് കണ്ടോ? 1978 ഫ്ലഡ് വന്നപ്പം അത്രയും ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു പോലും. ഇതിലിങ്ങനെ രാവിലെ നടക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ കാഴ്ച കാണാം. മൂപ്പരാൾക്ക് പേടിയില്ലാത്തത് കൊണ്ട് മൂപ്പരാളത് ചെയ്ത്. ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ അവിടെ നോക്കിന്ന്. അങ്ങനെ പിന്നെയും ഞങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാ റീൽസിലും കാണുന്ന ഈ ശിവൻകുട്ടീനെ കണ്ടത്. പിന്നെ രാവിലെ ഇവിടെ നല്ല തിരക്കാണ് ബലിയിടുന്നതിൻ്റെ ഒക്കെ. പിന്നെയും ഞങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ അന്നപൂർണ്ണ ഭോജനശാലേൻ്റെ മുന്നിലെത്തി. അങ്ങനെ അവിടെ ഫോൺ അലൗഡ് അല്ലല്ലോ. കുറേ നേരം നടന്ന്, ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് അലഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. അങ്ങനെ റൂമിൽ വന്ന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് 9 മണിക്കാണ് ഇന്ന് ട്രെയിന്. അതിന് മുമ്പ് ഞങ്ങൾക്ക് BHUവിലൊന്ന് പോകണം. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടല്ലോ. പോകുന്ന വഴിക്കാണ് ഈ ചേട്ടൻ റോഡിന് നടുക്ക് വെച്ചിട്ട് പടക്കം പൊട്ടിക്കുക. പിന്നെ മൂപ്പരെല്ലാവരും ചീത്ത പറഞ്ഞ് ഓടിച്ച്. ഇതാണ് കീച്ചഡ് ബാബ. മൂപ്പരാൾ കാശിയിൽ വരുന്ന ആരും പട്ടിണി കിടക്കരുത് എന്ന് വിചാരിച്ചിട്ട്
ഒരു കീച്ചട് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷുണ്ട്, അതുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. ഇപ്പോഴും ആൾക്കാർ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കീച്ചട് കിട്ടും. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു ഓട്ടോറിക്ഷയും പിടിച്ച് നേരെ BHUവിലേക്ക് വിട്ട്. ഇതാണ് BHU. അങ്ങനെ BHUവിലെത്തിയിട്ട് ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ഫ്രണ്ട്സിൻ്റെ ഹോസ്റ്റൽ തപ്പി നടക്കുകയാണിത്. അങ്ങനെ ഹോസ്റ്റൽ തപ്പി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വെടിക്കെട്ടാണ് ഗൈസ്. ഹോളിയാ പൊട്ടിക്കും കൈമാട്ട്. അവർ ഞങ്ങൾ എന്നിട്ട് ഇതിലും വലുത് കാണിച്ചിരാന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇന്നലെ ഞങ്ങൾ പോയില്ല ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് അവർ നിൽക്കുന്ന ഒരു റൂമിൽ ഞങ്ങളാക്കി തന്ന്. ഇതായിരുന്നു റൂം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോവാണ്ട് ഇവിടെ നിന്ന് ഇനി ഇന്ന് രാത്രി വേണം പോകാൻ യൂണിവേഴ്സിറ്റിയിലേക്ക്. നന്ദി പറയൂ, എന്താ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ. നമ്മൾ പോവുകയാണ് ഗൈസ്. സങ്കടമുണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അതെല്ലാവർക്കും അങ്ങനെയാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. നന്ദി വിഷമത്തിലാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ ചാടിച്ചാവുമെന്ന് എനിക്കറിയില്ല. അതാ ഹൈറ്റൊക്കെ ഉണ്ട്, ഇവിടെ പട്ടിയൊക്കെ ഉണ്ട് കൂട്ടിന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പെട്ടിയും കിടക്കുകയൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറി. ഇവർ ഞങ്ങളെ ടാറ്റ ബൈബൈ പറഞ്ഞ് അയക്കാൻ വന്നതാണ് ഗൈസ്. അങ്ങനെ ഓരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളെ ട്രെയിന് 9 മണിക്കാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 8 മണിയായി. ഇനിയിപ്പോൾ ഒരു 9 മണി വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ട്രെയിൻ വന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. ചാടി ഓടി കയറിയോണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇവർ 2 പേരും ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അതായത് ഞങ്ങളെ തൊട്ടയൽവക്കം. അപ്പം ഞങ്ങൾ ഒരേ ട്രെയിനിലാണ് പോകുന്നത്. ഗായ്സ്, അജനിക്ക് ഈ ചങ്ങല വലിക്കണം എന്നാണ് പറഞ്ഞത്. ചെയിൻ വലിക്കുക. അത് ചെയിനാണോ? അജന് കഞ്ചാവാണ് ഗൈസ്. ആ പാത്രത്തിലുള്ളത് കഞ്ചാവാണ്, വെറും കഞ്ചാവ്. അത് കഞ്ചാവ് അടിച്ചിട്ട് തോന്നുന്ന ഓരോ ചിന്തകളാണ് അതൊക്കെ. ആ പാത്രത്തിലത് കഞ്ചാവാണ്. ജാദു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തി ഗൈസ്. ഞങ്ങൾ പെൻട്രയിലെത്തി. അങ്ങനെ ഇവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വിഷമമൊന്നുമില്ല, നല്ല ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടം കൊണ്ട് ഈ സീരീസ് അവസാനിച്ചിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.